കുഞ്ഞുമക്കളെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ. ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഇല്ലാത്തൊരു വിഷമമായി പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാണ്. ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയണത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. പക്ഷേ ഞാൻ അറിഞ്ഞൊരു കാര്യം, പല കുടുംബത്തിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാനത് ഇങ്ങനെ പറയണെന്ന് മാത്രം. ആർക്കും ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ചിലത് നന്നാവും, ചിലത് അങ്ങനെ തൂറ്റിപ്പോവും, അത്ര തന്നെ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലർ പറയും, എൻ്റെ മോളെ ഞാൻ എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം, അല്ലെങ്കിൽ എൻ്റെ മോളെ എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ട് അവിടെ ഇടും. ആ വാക്കിൻ്റെ മേലെ അവൻ പിന്നീട് അവരെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അവൻ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ അവനക്ക് കെട്ടിച്ചു കൊടുക്കും എന്നുള്ള. ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് നല്ല കല്യാണ ആലോചന വരുന്നുണ്ടാവും, ചെക്കൻക്കും വരുന്നുണ്ടാവും. പക്ഷെ എന്താവും, ഇവർ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവർ കല്യാണം കഴിക്കാതിരിക്കും. ഇന്നിപ്പം സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കൂട്ടുകാരനക്ക് സംഭവിച്ചു. അയാൾ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ആ പെൺകുട്ടിക്ക് നല്ല കാര്യങ്ങൾ വന്നപ്പോൾ അവർ കല്യാണം കഴിച്ചു കൊടുത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞതല്ല, അവൻ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ട് വെച്ച്. ഇപ്പൊ അവനക്ക് കുറച്ച് സ്വത്തും മുതലും കുറച്ച് വീടും കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ ആയോക്കിയപ്പോൾ ചെക്കനക്ക് വേണ്ട പെണ്ണിനെ എന്താ പറയാ, അവൻ്റെ ആ ഇതിനനുസരിച്ചിട്ടുള്ള പെണ്ണല്ല. പക്ഷെ ആ പെണ്ണിന്റെ ഭാവി പോയില്ലേ. ഇവര് തമ്മിൽ ഫോൺ ചെയ്യലും സംസാരിക്കലും ഭയങ്കര ഇതൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുടുംബക്കാരന്നെയാണ്. ഇപ്പോ ആ ചെക്കൻക്ക് ആ പെണ്ണിനെ വേണ്ട, ചെക്കൻ്റെ കല്യാണം നിശ്ചയിച്ചു. പക്ഷെ ഭാഗ്യം, ആ പെൺകുട്ടിക്ക് നല്ല കാര്യം വന്ന് കല്യാണം ഇപ്പോൾ മറ്റന്നാളായിട്ടാണ്, വ്യാഴാഴ്ചയായിട്ടാണ് തോന്നുന്നു കല്യാണം. അപ്പൊ പറഞ്ഞു വന്നത് എന്താ പറയുക, അന്ന് അയാളടുത്ത് സാമ്പത്തികം ഉണ്ട്, എന്നാൽ സാമ്പത്തികം ഇല്ല. പക്ഷെ എന്നാലും ആ കല്യാണം കഴിക്കാൻ വന്ന ചെക്കൻ സാമ്പത്തികം ഒന്നും വേണ്ടാന്ന് തന്നെ കല്യാണം ഉറപ്പിച്ചിരുന്നാണ്. അപ്പൊ ഇന്നിപ്പോ കല്യാണം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കുക, എവിടുക്കാണ്, അവൻ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ എന്നോട് ഇങ്ങനെ പറയേ. അപ്പൊ ഞാൻ അത് പറഞ്ഞത് കേട്ടപ്പോ, ആരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് ആളെ പേരൊന്നും ഞാൻ പറയണില്ല. അപ്പൊ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ അറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെ കുടുംബത്തിലൊക്കെ സംഭവിക്കുമ്പോൾ ഇത് രണ്ടു കൂട്ടർക്കും, ആ പെൺകുട്ടിക്ക് നല്ല 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 വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, നല്ല കാര്യങ്ങൾ വന്നപ്പോൾ അയാൾ അന്ന് എന്താ പറയാ, ഇപ്പോഴത്തെ മോശം എന്നല്ല, പക്ഷെ എന്നാലും ആ അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു ഇതാണ് ഞാൻ പറയണത്. അപ്പം നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഈ സ്വത്തും മുതലൊക്കെ നാളെ ഇല്ലാതാവും. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ്, അത് ചിന്തിച്ചാൽ മതി. പക്ഷെ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ ശ്രമിക്കുക. ഇത് ഇങ്ങനെ ഓരോരോ കുടുംബങ്ങളിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, സത്യം പറയണമെങ്കിൽ അതിന് നമ്മൾ ആ പറഞ്ഞ വാക്ക് പാലിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, രണ്ടു കൂട്ടർക്കും ആ പറഞ്ഞ ചിലപ്പോൾ മാതാപിതാക്കൾക്കല്ല ഈ കാര്യം അതിന്റെ വേദനയും കാര്യങ്ങളും. ഇവർ തമ്മിൽ സംസാരിക്കലും ഫോൺ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും ഒരു ബന്ധമൊക്കെ ഉള്ള ഒരു വ്യക്തികൾ പെട്ടെന്ന് ഇങ്ങനെ ഇല്ലാതാവുമ്പോൾ ആ പെൺകുട്ടികളെയും അല്ലെങ്കിൽ ആൺകുട്ടിൻ്റെ ഒക്കെ മനോവിഷമങ്ങൾ ചിലപ്പം തീർത്താൽ തീരുവില്ല. പിന്നെ വലിയ ബുദ്ധിമുട്ടുകളും വലിയ പ്രയാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും. അപ്പോൾ ഇങ്ങനത്തെ സംഗതിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉറപ്പിക്കുക തന്നെ. ഒന്നുകിൽ നിക്കാഹ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുക തന്നെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നി. അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ആരും വെറുപ്പിക്കാനോ അല്ലെങ്കിൽ സങ്കടപ്പെടുത്താനോ അല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ആരും വെറുപ്പിക്കാതെ കല്യാണം കഴിച്ചു കൊടുക്കുക.